ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിച്ചിരി താമസിച്ച് പോയിട്ടോ, എല്ലാവരോടും സോറി ചോദിക്കുകയാണേ. നമ്മുടെ നന്ദു നല്ല സ്റ്റൈലിഷ് ആയിട്ട് അനന്തപുരം തറവാട്ടിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങി പോടാന്നും പറഞ്ഞ് വേണുവിനെ പിടിച്ച് അനന്തമൂർത്തി തള്ളാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ നന്ദു കയറി അപ്പോൾ എല്ലാവരും അന്താളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അനിയുടെ മുഖത്താണെങ്കിൽ 1000 എന്താ പറയുക, സൂര്യൻ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷം നവ്യയുടെ മുഖത്തും. ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക. ആ സമയം നന്ദു ഇങ്ങനെ എല്ലാവരുടെയും മുന്നിലേക്ക് അങ്ങ് നിന്നു. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നോക്കുക നന്ദുവിനെ തന്നെ. ജലജയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുന്നു. എന്താ മോളെ നീ ഈ സമയത്ത് എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നും അനാമിക തന്ന കംപ്ലൈൻ്റ് ആണെന്നും നന്ദു പറയുക. അനാമികയ്ക്ക് ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ നേരെ നിൽക്കുക കേട്ടോ. അനിയുടെയും അനാമികയുടെയും ഡിവോഴ്സ് കേസ് കോടതിയിൽ കിടക്കുകയാണെന്നും ആ ഒരു സമയത്ത് നിയമപരമായി ബന്ധം പിരിയാതെ അനിയുടെ നിശ്ചയം മറ്റൊരു പെൺകുട്ടിയുമായി നടത്തുന്നു എന്നാണ് കേസ് എന്ന കാര്യം നന്ദു ഇങ്ങനെ പറഞ്ഞു. എല്ലാവരും കണ്ടും തള്ളിപ്പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. നന്ദു വന്ന് എല്ലാത്തിനെയും പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് എൻ്റെ മുന്നിലോട്ട് വന്നാൽ എനിക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ നന്ദു അങ്ങ് പറയണം. ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ നന്ദു നീ ഇതെന്നെ മര്യാദയ്ക്ക് നിന്റെ പാട് നോക്കി പോയിക്കൊള്ളണമെന്ന് കനക അന്നേരം പറയുക. നന്ദി കേട്ട ഇവളുടെ പരാതി കിട്ടിയപ്പോൾ നീ അത് വലിച്ചു കീറി കളയണമായിരുന്നു എന്ന് അമ്മ പറയാം മകളോട്. അല്ലാതെ അത് കിട്ടിയ പാട് ഇങ്ങോട്ട് ഓടി വരാൻ പാടില്ലായിരുന്നു എന്നും പറയുമ്പം അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാലേ എനിക്ക് പിന്നെ എസ്ഐയുടെ കസേരയിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് നന്ദു പറയാണ് കനകയോട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കോ പേടി മൊത്തം. മുത്തശ്ശനും നിയമം അറിയാവുന്നതാണല്ലോ അല്ലേ? അപ്പം ഇവിടെ പലർക്കും നിയമം അറിയില്ല എസ്ഐ സാറേ എന്ന് വേണു പറഞ്ഞപ്പോൾ താൻ മിണ്ടാതിരിക്കണമെന്ന് വേണുവിനോട് നന്ദു. ഒരു പരാതി കിട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ വന്നത്, അല്ലാതെ തന്നോടുള്ള സിമ്പതി കൊണ്ടൊന്നും അല്ല എന്ന് നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു. അപ്പോൾ കൃത്യസമയത്ത് തന്നെ ഇവള് പരാതി തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില കളികൾ നടന്നിട്ടുണ്ടെന്ന് ജലജ പറയുക. നീ ആയിരിക്കും പരാതി തരാൻ ഇവളോട് പറഞ്ഞതല്ലേന്ന് ചോദിക്കുമ്പം ഞാനൊരിക്കലും അത്തരം നാണംകെട്ട പരിപാടികൾ ചെയ്യാറില്ല എന്നും നിങ്ങളെയും നിങ്ങളുടെ മോനെയും പോലെയെന്ന് നന്ദു ജലജയോട് പറഞ്ഞു. കിടക്കുന്നു. അപ്പം പിന്നെ നീ ഈ സമയത്ത് തന്നെ വരാനുള്ള കാരണം എന്താ? നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് വരായിരുന്നല്ലോ എന്ന് ജാനകി ചോദിച്ചപ്പം അത് പോരായിരുന്നോ മോളെ എന്ന് ചോദിക്കാം മുത്തശ്ശിയും. അപ്പോൾ പോരായിരുന്നു, അതിനു മുൻപ് വന്നാലല്ലേ ഈ ചടങ്ങ് മുടക്കാൻ പറ്റത്തുള്ളൂ എന്ന് ജലജ ചോദിക്കുക. നമ്മുടെ അനി ഇങ്ങനെ സന്തോഷത്തോടെ നോക്കട്ടെ. അച്ഛാ എന്തൊക്കെ സംഭവിച്ചാലും മുഹൂർത്തം തെറ്റുന്നതിന് മുൻപ് മോതിരം മാറ്റം നടത്തണമെന്ന് ജലജ പറയാം. മുത്തശ്ശന് കാര്യങ്ങൾ അറിയാവല്ലോ അല്ലേ എന്ന് നന്ദു അന്നേരം ചോദിച്ചു. ഞാൻ ഈ മോതിരം മാറ്റം നടക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നത് ഈ കുടുംബത്തിന്റെ അന്തസ് അറിയാവുന്നത് കൊണ്ടാണെന്ന് നന്ദു മുത്തശ്ശനോട് പറയുക. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാനിവിടെ വരുന്നതിന് മുൻപേ ഇപ്പം എൻഗേജ്മെൻറ്റ് നടന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയെങ്കിൽ അടുത്ത കുടുംബ കോടതി കൂടുമ്പോഴേ ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് അനി സമാധാനം പറയേണ്ടതായിട്ട് വരുമെന്ന കാര്യം നന്ദു പറയണം. അപ്പോൾ ഇങ്ങനെ നോക്കൂ കേട്ടോ ഇവർ. നന്ദു നിയമം കുറച്ചൊക്കെ എനിക്കും അറിയാമെന്ന് നവീൻ പറയാണ്. എങ്കിൽ പറ, ഡിവോഴ്സ് കിട്ടാതെ ഇതേപോലെ മോതിരം മാറ്റം നടത്താൻ പറ്റുമോന്ന് പറ. നവീനേട്ടൻ പറയാൻ പറഞ്ഞു നന്ദു. അപ്പം നവീനും മിണ്ടാട്ടമില്ല. അച്ഛാ ഇനി ആലോചിച്ച് നിൽക്കാതെ കുട്ടികളുടെ മോതിരമാറ്റം നടത്താനായിട്ട് ജാനകി പറഞ്ഞു. അന്നേരം മുത്തശ്ശൻ വേണ്ട എന്ന് പറയുകയും കിടക്കുന്ന എല്ലാം കൂടെ തലയും കുത്തി താഴെ. ജലജയ്ക്കും അതുപോലെ ജാനകിക്കും അവന്തികയ്ക്കും അബിക്കും ഒക്കെ അറ്റാക്ക് വന്നു. നെഞ്ചത്ത് കയ്യും വെച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കേസായ സ്ഥിതിക്ക് ഇനി അനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടേ നിശ്ചയം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. ദൈവമേ, പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. ഒരൊറ്റ നോട്ടമായിരുന്നു അനിയുടെ നേരെ അവന്തിക. എന്നും പറഞ്ഞിട്ട് നെടുവേർപ്പിട്ട് നമ്മുടെ അനി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നതെന്ന് ജലജ ചോദിച്ചപ്പോൾ നന്ദു പറഞ്ഞതിലും കാര്യമുണ്ടെന്നും ഇവൻ്റെ മോൾ ഇതുവരെ ഒഴിഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ടാണ് അധികം ആളെ കൂട്ടാതെ നിശ്ചയം നടത്താൻ തന്നെ നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവള് പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി നാളെ ഇത് കോടതിയിൽ വരികയാണെങ്കിൽ എനിക്കത് വളരെ ദോഷം ചെയ്യുമെന്ന് മുത്തശ്ശനും ഇവരോടെല്ലാവരോടും പറഞ്ഞു. നടക്കാത്തതായി ഇങ്ങനെ നീണ്ടു ഗണപതി കല്യാണമായിട്ട് പോകുമെന്ന് മനസ്സിലായി അവന്തികയ്ക്ക്. അപ്പോൾ തൽക്കാലം എല്ലാ അർത്ഥത്തിലും അനിയുടെ ജീവിതത്തിൽ നിന്നും ഇവൾ ഒഴിഞ്ഞു പോയതിനു ശേഷം കുട്ടികൾ ഒന്നിക്കുന്നതായിരിക്കും നല്ലതെന്നും മുത്തശ്ശൻ അങ്ങ് പറഞ്ഞും വെച്ചു. പറഞ്ഞ ജാനകി നിൽക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമൊന്നും വേണ്ട, കല്യാണമായിട്ട് തന്നെ നമുക്ക് ചടങ്ങ് അങ്ങ് നടത്താമെന്നും മുത്തശ്ശൻ പറയുക. അപ്പോഴാണ് അനിക്കെന്ന് ശ്വാസം നേരെ വീണത്. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇനങ്ങളാണെന്നും ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് ആദർശ് പറയുവാണ്. അതുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞത് തന്നെയാണ് നല്ലത്. എന്നാൽ പിന്നെ നേരത്തെ അതൊക്കെ അങ്ങ് ആലോചിച്ചിരുന്നെങ്കിലേ ഇന്ന് ഈ ചെലവിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് വേണു എന്ന് പറഞ്ഞ് ചിരിച്ചപ്പോഴേക്കും ചെന്ന് മുത്തശ്ശൻ വേണുവിൻ്റെ കുത്തിന് പിടിച്ചു. ഇനി നീ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാൻ കുറച്ച് പൈസ അങ്ങ് മുടക്കും. നിന്നെയും നിന്റെ ഭാര്യയും മകളെയും
നിന്റെ വീട്ടിലിട്ട് കത്തിക്കാൻ. അയ്യോ പോടാ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ അവരെ ഉന്തി തള്ളി പറഞ്ഞു വിടുവാണ്. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അവന്തികയ്ക്ക് കരച്ചിൽ, സങ്കടം, വിഷമം, എല്ലാവരും മുന്നിൽ നിന്ന് കരച്ചിൽ അഭിനയിക്കുന്നു. ഭയങ്കര ഇത്. അപ്പോഴത്തേക്കും ജലജ ചെന്ന് മോളെ തട്ടി സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അതേ മോള് കരയുന്നു, നോക്ക് എന്ന് മുത്തശ്ശനോട് പറയാട്ടോ. അപ്പോഴേക്ക് മുത്തശ്ശൻ മകളുടെ അടുത്തേക്ക് വന്നു. മോള് വിഷമിക്കൊന്നും വേണ്ട, മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അനി മോളുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് മുത്തശ്ശൻ പറയുക. മോൾ ഈ വീട്ടിലെ മരുമകളായിട്ട് ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നന്ദു ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഞാൻ ചടങ്ങ് നടത്തണ്ട എന്ന് പറഞ്ഞാൽ മറ്റൊരു കാരണം കൂടി അതിലുണ്ട്. അത് സ്വാമിക്ക് അറിയാവല്ലോ അല്ലേ? മനസ്സിലായി. ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദീപം കെട്ടു. അതത്ര ശുഭമായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് സ്വാമി അന്നേരം പറയാം. അപ്പോഴത്തേക്കും അവന്തിക്ക് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇപ്പോഴെന്തായി? നിശ്ചയം മുടക്കാനായിട്ട് ആളെത്തിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും അവന്തിക്ക് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇതൊക്കെ കേട്ട നന്ദു ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തിനാ നന്ദു നീ തക്ക സമയത്ത് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കനക നന്ദുവിനോട് ചൂടാവുക. അപ്പോൾ എന്തിനാ കനകെ ഇനി നന്ദു മോളോട് ദേഷ്യപ്പെടുന്നതെന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. മോള് വന്നത് എന്തിനാണെന്ന് മോള് കൃത്യമായി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇനി മോളെ ആരും ഒന്നും പറയണ്ടെന്നും പറഞ്ഞു. അപ്പം നന്ദു ഇങ്ങനെ അനിയുടെ നേരെ നോക്കുന്നു. അനി നന്ദുവിൻ്റെ നേരെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇവരുടെ കല്യാണത്തിന് ഒരു തടസ്സമാവില്ല നിന്റെ മോള് എന്ന് എപ്പോഴും നീ പറയുമായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് എന്ന് ജാനകി ചോദിച്ചപ്പം നിർത്ത്, എന്താ സംഭവിച്ചതെന്ന് നീ അറിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. കണ്ടതല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. പിന്നെ എന്തിനാ വെറുതെ ഒരു ചോദ്യം ചെയ്യല്? നിനക്ക് എന്തിൻ്റെ കേടാണെന്ന് മുത്തശ്ശൻ ജാനകിയോട് ചോദിക്കാം. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഒരു പരാതി കിട്ടിയാൽ എവിടെയാണെങ്കിലും അവിടെ ഞാൻ പോകും, മുഖം നോക്കാതെ നടപടിയും എടുക്കുമെന്ന കാര്യം നന്ദു പറയും. അപ്പം നീ മുഖം നോക്കും. എൻ്റെ മോനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നിനക്ക് വലിയ ആവേശമായിരുന്നല്ലോ എന്ന് ജലജ അന്നേരം പറഞ്ഞു. അതുപോലെ നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ മേൽ നടപടി എടുക്കാൻ വലിയ താല്പര്യമാണ് നിനക്കെന്ന് പറയുമ്പം എനിക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും തെറ്റ് കണ്ടാൽ കണ്ണടച്ച് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ജലജയോട് നന്ദു അന്നേരം പറഞ്ഞു. മതി സംസാരിച്ചതെന്ന് കനക. നീ ഒന്ന് പോകാൻ നോക്ക എന്ന് പറഞ്ഞ് കനക നന്ദുവിനോട് ചൂടാവുക കേട്ടോ. ആ സമയത്ത് അനി ഇങ്ങനെ നന്ദുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നാലുപാടും പിരിഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാമി പറഞ്ഞു എല്ലാവരും പോകാൻ വരട്ടെ. ഞാൻ നേരത്തെ തന്നെ ചില സൂചനകൾ അമ്മയ്ക്ക് തന്നതായിരുന്നില്ലേ? അപ്പോൾ എൻ്റെ സ്വാമി ആണും പെണ്ണും തമ്മിലുള്ള മനപ്പൊരുത്തമല്ലേ നമ്മൾ നോക്കേണ്ടത് എന്ന് ജലജ ചോദിച്ചപ്പം ആ മനപ്പൊരുത്തം ഉണ്ടോ രണ്ടാളും തമ്മിൽ ഉണ്ടോ എന്ന് ചോദിച്ചു സ്വാമി. ജലജ വലിയ ആള് കളിക്കാൻ ചെന്നതാ. അങ്ങനെ നമ്മുടെ അനി ചാടി അങ്ങ് എഴുന്നേക്കുന്നു. അനി ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്തായാലും അനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്കും ദേവയാനി ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. ദേവയാനി ചായയായിട്ട് വന്നപ്പം എടാ അനി നിശ്ചയമായിട്ട് നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കാം. അപ്പം നിശ്ചയം മുടങ്ങിയല്ലേ വല്യമ്മേ എന്ന് ചോദിച്ചപ്പം നിശ്ചയം മുടങ്ങിയെന്നോ? എവിടെ മുടങ്ങിയെന്ന് നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് ചോദിച്ചു. ഇത് മൊത്തം അനിയുടെ സ്വപ്നമായിരുന്നു. എടാ നിശ്ചയത്തിന് എല്ലാവരും താഴെ എത്തിയിട്ടുണ്ട്. നയനയുടെ അച്ഛനും അമ്മയും വരെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ ദൈവമേ, അപ്പം ഞാൻ കണ്ടത് വേറെ സ്വപ്നം മാത്രമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. നീ പെട്ടെന്ന് കുളിച്ച് റെഡി ആവാൻ നോക്കടാ, ഞാനേ അവന്തികമാള് ഒരുക്കാൻ പോവാണെന്ന് പറഞ്ഞ് ദേവയാനി വന്ന് അനിയോട് പറയണു. അനി അപ്പം ഇത് ഞാൻ ഈ കണ്ടതൊക്കെ എന്നതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ആദർശും നയനയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. റൂമിൽ റെഡിയായി എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും അനി അവരുടെ റൂമിലേക്ക് കയറി വന്നു. അപ്പോൾ ഇവർ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ഏട്ടനും നിങ്ങളുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്താടാ? ഞാൻ അച്ഛനോടും വല്യച്ഛനോടും ഒക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അനി പറയാം. എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. നീ എന്തിനാ ഇന്നിങ്ങനൊക്കെ ഇത്ര സീരിയസ് ആവുന്നതെന്ന് ചോദിച്ചപ്പം സീരിയസ് ആയേ പറ്റുള്ളൂ ഏട്ടാ. അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറയുമ്പോൾ അനിയുടെ മട്ടും ഭാവവും കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ അനിയെന്ന് നയന. പന്തി ആകണമെന്നുണ്ടെങ്കിലേ എൻ്റെ മനസ്സിലുള്ളത് എല്ലാവരോടും എനിക്ക് തുറന്നു പറയണമെന്ന് അനി പറയാം. കുറേ ദിവസമായിട്ട് ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുക, എല്ലാം സഹിക്കുകയാണെന്നും അനി പറയാണ്. അപ്പം ഞാനും ഒരു മനുഷ്യനാണെന്നുള്ള ചിന്ത ഇവിടെ ആർക്കും ഇല്ല എന്നും പറഞ്ഞു. നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? അതും നിന്റെ എൻഗേജ്മെൻറ്റ് ദിവസമായിട്ട് നീ ഇപ്പോൾ റെഡി ആവാൻ നോക്കിക്കെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറയുമ്പോൾ റെഡി ആവേട്ടാ. ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കാൻ നോക്കാൻ പറഞ്ഞു. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പ്രസൻസിൽ വേണം എനിക്കതെല്ലാം പറയാനെന്നും പറഞ്ഞു. ഒന്നുകിൽ അതിനുശേഷം എന്നെ ഇവിടെ നിർത്തും, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പറയാനുള്ളത് പറയണം. നീ ചുമ്മാ അവസാന നിമിഷം കലയിട്ട് ഉടയ്ക്കല്ലേ എന്ന് പറയുമ്പോൾ കലയിട്ട് ഉടയ്ക്കിനോട് ഉറിയടിയൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഏട്ടനും ഏട്ടത്തിൽ അങ്ങോട്ട് വരാൻ നോക്കിയേ വാ എന്നും പറഞ്ഞിങ്ങനെ ഇനി നിർബന്ധിച്ച് ഇവരെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാം. അപ്പോൾ ഇവൻ എന്താ പറയാനുള്ളതെന്ന് നയനെ ചോദിക്കുമ്പോൾ ഞാൻ അവൻ്റെ മുറിയിൽ ചെന്നത്. അപ്പോൾ അവൻ എന്തോ സ്വപ്നം കണ്ടോട് കിടക്കുമായിരുന്നു. നിശ്ചയം മുടങ്ങിയെന്ന സ്വപ്നം കണ്ടതെന്നുള്ള കാര്യമൊക്കെ നയൻ ഇങ്ങനെ പറയാം. അപ്പോൾ അവന് ഒട്ടും ഇഷ്ടമല്ല അവന്തികയുമായിട്ടുള്ള കല്യാണം. അതവൻ എത്ര തവണ പറഞ്ഞതാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആദർശേട്ടാ എന്ന് നയനെ ചോദിക്കണം. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ടാവും
അതിനിടയ്ക്ക് ആ വേണുവിൻ്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന് ആദർശ് നയനിയോട് പറയാം. ഡിവോഴ്സ് കിട്ടാതെ എങ്ങനെ നിശ്ചയം നടത്തുമെന്നാണ് അയാൾ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇവർ തമ്മിലിരുന്ന്. അതിന് കോടതിയിൽ എന്തെങ്കിലും തലവേദന സൃഷ്ടിക്കുമെന്നുള്ളത് എൻ്റെ പേടിയെന്നും ഒക്കെ പറഞ്ഞത് കേട്ടപ്പം ഡിവോഴ്സ് കിട്ടിയിട്ട് എൻഗേജ്മെൻറ്റ് മതിയായിരുന്നല്ലേ, അതിന് അധികം ആരെയും നമ്മൾ അറിയിച്ചിട്ടില്ലല്ലോ അന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന കാര്യം. പിന്നെ ഇവരൊക്കെ എങ്ങനെ അറിയുമെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെ ആട്ടോ. നന്ദു ഇങ്ങനെ അവിടെ സ്റ്റേഷനിൽ ഇരിക്കുന്നു. ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്, അതായത് വേണുവും മകളും കൂടി. അപ്പം നീയൊക്കെ എന്തിനാ എന്നെ കാണാൻ വന്നത് എന്ന് നന്ദു ചോദിക്കാം. അപ്പം ഞങ്ങളോട് ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ടെന്ന് അറിയാം മേഡത്തിന്, ഞങ്ങളൊരു പരാതി തരാൻ വന്നതാ. അനിയുടെ കയ്യിൽ നിന്നും മേഡം നഷ്ടപരിഹാരം വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഒറ്റ അടിയായിരുന്നു നന്ദു അനാമികയുടെ മുഖത്തിനിട്ട്. മര്യാദയ്ക്ക് അനിക്ക് ഡിവോഴ്സ് കൊടുക്കടി. അന്നേരം അച്ഛൻ ഇങ്ങനെ മോളെ നോക്കി നിൽക്കുക. കൂടുതൽ അഭ്യാസമൊന്നും കോടതിയിൽ കിടന്ന് കാണിക്കാതെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. അപ്പോൾ അച്ഛനും മോളും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം നിനക്ക് എന്തിൻ്റെ പേരിലാണ് നഷ്ടപരിഹാരം തരേണ്ടത്? അതൊന്ന് പറഞ്ഞേ. അനിയും അവൻ്റെ വീട്ടുകാരെയും വേദനിപ്പിച്ചതിനോ? അതിനാണോ? അപ്പം ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ല മേഡം. അപ്പം ജീവിക്കാൻ വേറെ മാർഗമില്ലെങ്കിലേ മോളെയും ഭാര്യയും കൂട്ടി ഏതെങ്കിലും കടത്തിനെ പോയി ഇരിക്കണമെന്ന് നന്ദു പറയാം. എന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടാനും പറഞ്ഞു. ഇനി മേഡം ഞങ്ങളെ തല്ലിയാലും ശരി, മേഡം ഞങ്ങളുടെ പരാതി സ്വീകരിക്കണമെന്ന് പറഞ്ഞു അനാമിക. അപ്പോൾ എനിക്ക് പരാതി കിട്ടിയാൽ അധികം നീയൊക്കെ എന്നല്ല ആര് പരാതിയായിട്ട് വന്നാലും ഞാൻ അതിൻ്റെ പേരിൽ ആക്ഷൻ എടുത്തിരിക്കുമെന്ന് നമ്മുടെ നന്ദുവിളോട് പറയാം. പിന്നെ ഞങ്ങൾ വന്നത് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെ, മേഡത്തിനോട് വേറെ ചിലർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് വേണു പറയുന്നു. അപ്പം നന്ദു, താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താ താൻ ഉദ്ദേശിക്കുന്നത്? അതെ, മേഡത്തെ കല്യാണം കഴിക്കാൻ ചിലർക്കൊക്കെ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഓ മര്യാദയ്ക്ക് മോളെ വിളിച്ചോണ്ട് പോടോന്ന് നന്ദു. അയാൾ എൻ്റെ കല്യാണം നടത്താൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നന്ദു ഇവരോട് ചൂടാവുക. ദേ ഇവളെ കൊണ്ടുപോയിട്ടേ ഏതെങ്കിലും ഒരു ഭാഗ്യം കെട്ടവരെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക, എൻ്റെ ദല്ലാളാവാതെ എന്ന് നന്ദു അന്നേരം പറഞ്ഞു. പോടോ എന്നും പറഞ്ഞ് ഇങ്ങനെ അവരെ പറഞ്ഞു വിടുന്നു. അപ്പോൾ മോള് വന്നേ മോളെ ബാ എന്നും പറഞ്ഞ് ഇങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു ഇങ്ങനെ ഇവിടെ കലി കയറിയിരിക്കുക. വന്നത് നന്ദുമായിട്ട് തന്നെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. നിശ്ചയം മുടങ്ങിയല്ലേ മേഡം? ആ മുടങ്ങും എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ മുടങ്ങാതിരിക്കും? ആ പയ്യനല്ലേ മേഡത്തിൻ്റെ മനസ്സിലുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഈ കോൺസ്റ്റബിൾ ഇവിടെ നിൽക്കുക. എന്താണ് താൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല മേഡം, ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ അവിടെ നിന്ന് പോയി. നന്ദു തലയ്ക്ക് ഭ്രാന്ത് എടുത്തിരിക്കുക. ഇത് കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും അജയന് ജയന് എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് അനി അങ്ങോട്ടേക്ക് വന്നു. എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ദേവയാനി ചോദിച്ചു. ആ സമയത്ത് ഏട്ടനും ഏട്ടത്തെയും കൂടെ വരട്ടെ എന്ന് അനി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ ചുറ്റിനും നിൽപ്പുണ്ട്. അനി ഇന്ന് ഭയങ്കര ദേഷ്യത്തില്ല, ഭയങ്കര ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയം മുത്തശ്ശ, ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടിരുന്നു എന്ന് അനി പറയാം കേട്ടോ. ദേ ഈ നിശ്ചയം മുടങ്ങിയതായിട്ടെന്ന് അനി പറയാം ഇവരോട്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ആ സ്വപ്നത്തിൽ നിന്ന് എന്നെ ഉണർത്തത് ചായയുമായി വന്ന വല്യമ്മയാണെന്ന കാര്യം അനി പറയാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാം. അപ്പം നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാനി. ഇനിയിപ്പോൾ എനിക്കൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല വല്യച്ഛ എന്ന് അനി മുത്തശ്ശനോട് പറയാം കേട്ടോ. അനാമികയുടെ ആലോചന വന്നപ്പോൾ ഞാനത് വേണ്ട എന്ന് നിങ്ങളോട് എല്ലാവരോടും മാറി മാറി പറഞ്ഞതാണ്. പക്ഷേ ആദർശേട്ടനോട് ആ വിവരം പറയാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളത് സത്യം. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അന്ന് തൊട്ട് എനിക്ക് മനസ്സമാധാനം എന്തെന്നറിയില്ല. ഈ നിമിഷം വരെ എനിക്ക് മനസ്സമാധാനം കിട്ടിയിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ജാനകിക്ക് ഇങ്ങനെ നോക്കിയതൊക്കെ എന്തിവൻ പറയാൻ പോണേ എന്ന്. അപ്പം നിന്റെ സമാധാനം കളഞ്ഞത് നീ തന്നെയല്ലേ എന്ന് മുത്തശ്ശൻ അന്നേരം അനിയോട് ചോദിച്ചു. അനാമികയും നീയും തമ്മിൽ ഒന്നിക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ ഇനി ഞങ്ങൾ നിനക്ക് വ്യക്തമാക്കി തരണമെന്ന് ചോദിച്ചപ്പം ഒന്നും ആരും എനിക്ക് വ്യക്തമാക്കി തരേണ്ട മുത്തശ്ശ. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും കോടതി കയറിയില്ലേ എന്ന് അനി ചോദിച്ചു. പിന്നെ അനാമിക ലോകത്തോടെല്ലാം വിളിച്ചു പറഞ്ഞു ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ. വിളിച്ചു പറഞ്ഞില്ലേന്ന് ചോദിച്ചു. പറഞ്ഞതിൽ കൂടുതലും കള്ളങ്ങളായിരുന്നുവെന്ന് മാത്രം. അതവൾ കെട്ടിച്ചമച്ച കഥകളാണെന്ന് പിന്നീട് എല്ലാവരും അറിഞ്ഞില്ലേ മോനെന്ന് ജയൻ ചോദിക്കുമ്പം അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. എങ്കിലും അവളും ഞാനും തമ്മിലുള്ള ബന്ധം പിരിയുന്നതിന് മുൻപ് വീണ്ടും എൻ്റെ നിശ്ചയം നടത്താൻ പോവുകയാണെന്ന് അനി ഇവരോടൊക്കെ പറയുക. ദേ അവിടെയാണ് എനിക്ക് ചില ചോദ്യങ്ങൾ എല്ലാവരോടും ചോദിക്കാനുള്ളതെന്നും അനീജ് പറയുക. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പേടിച്ച് കുറച്ച് അനിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. എല്ലാവരുടെയും ചങ്കിടിപ്പ് കൂടി. ആദർശേട്ടനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിനുശേഷം ഏട്ടനും ഏട്ടത്തിയും ഈ വീട് വിട്ടു പോയി. ആ നേരത്ത് എൻ്റെ വല്യച്ഛനുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. അവരെ ആരെയും MD കസേരയിൽ ഇരുത്താതെ എന്നോടിരിക്കാൻ മുത്തച്ഛൻ പറഞ്ഞു. ഞാനത് അനുസരിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോൾ മുത്തച്ഛനിങ്ങനെ അനിയെ നോക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം ആദർശേട്ടൻ വിജയിച്ചു മടങ്ങി വന്നപ്പോൾ ആ കസേര ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അതും ഞാൻ ഒഴിഞ്ഞു കൊടുത്തില്ലേന്ന് അനി ചോദിച്ചു. സന്തോഷത്തോടെ തന്നെയാണ് ഞാനത് ചെയ്തത്. ഇവരെല്ലാവരും ഒന്നും മിണ്ടാതെ ഇത് കേട്ടോണ്ടിരിക്കാം. അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേ
ഇന്ന് അവന്തികയുടെ കയ്യിൽ മോതിരിട്ട് കൊടുക്കണമെന്ന് എല്ലാവരും കൂടി എന്നോട് പറയുകയാണെന്ന് അനി മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കപ്പോൾ ജാനകിക്ക് പേടിയായി തുടങ്ങി. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എല്ലാവരും കൂടെ എന്നെ പന്ത് തട്ടുകയല്ലേ എന്ന് അനി ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്, ആരും ഒന്നും പറയുന്നില്ല. ഞാനൊരു കളിപ്പാവിയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നിങ്ങളെല്ലാവരും എന്നെ കണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ ചരട് വലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന വെറും ഒരു മരപ്പാവ. അന്നേരം അനി ദേ എൻ്റെ മുന്നിൽ നീ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുന്നു കേട്ടോ. നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പറയാൻ മുത്തശ്ശൻ പറഞ്ഞപ്പം എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശാന്ന് അനി അന്നേരം മുത്തശ്ശനോട് പറഞ്ഞു. ദേ എനിക്ക് അവന്തിക്ക് എൻ്റെ ഭാര്യയായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല എന്ന് അനി കട്ടായം പറയാം ഇവരോട് എല്ലാവരോടുമായിട്ട്. ഇത് നടക്കില്ല എന്ന് തന്നെ കട്ടായം പറഞ്ഞു. ആദ്യമായി മുത്തശ്ശൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ അനി ആ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുവാണ്. ദേ അവളെ ഞാൻ എൻ്റെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടും ഇവിടെ പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പം അതുകൊണ്ടിപ്പോൾ എന്താണ് വേണ്ടത് എന്ന് ജാനകി അന്നേരം ചോദിച്ചു. അപ്പോൾ ദേ അനി രണ്ടും കൽപ്പിച്ച് ഈ നിശ്ചയം നടക്കാൻ പാടില്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞു. എല്ലാവരും വായും തുറന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ആർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശൻ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മുത്തശ്ശിയും എന്ന് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ജാനകി അന്നേരം അനിയോട്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം അവന്തിക മോൾ ഒരുങ്ങാനും തുടങ്ങിയെന്ന് ജാനകി പറയുക. നിശ്ചയത്തിനെ ക്ഷണിച്ചവരൊക്കെ വരികയും ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാന നിമിഷം നീ കാലുമാറുകയാണോ എന്ന് ചോദിച്ചപ്പം ഞാൻ കാലുമാറിയതൊന്നുമല്ല, എൻ്റെ സങ്കടമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. അപ്പം പറയാനുണ്ട്. പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ ഒരു പെൺകുട്ടിയെയും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ആദർശേട്ടന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണെന്ന് അനി പറയാം. ദേ മുത്തശ്ശ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പെൺകുട്ടിയോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ അനാമികയെ കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും ആ പെൺകുട്ടിയായിരുന്നു എൻ്റെ മനസ്സിലെന്നും നമ്മുടെ അനി പറയാം. പിന്നെ ദേ ഇന്നും അവൾ തന്നെയാ നന്ദു, അവൾ തന്നെയാണെന്ന് പറഞ്ഞ് നമ്മുടെ അനി എല്ലാവരുടെയും മുന്നിൽ തൻ്റെ ഇഷ്ടം അങ്ങ് തുറന്നങ്ങ് പറഞ്ഞു. അയ്യോന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആകെ പേടിച്ചരണ്ട് നിൽക്കുക കേട്ടോ. നന്ദുവിനെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയും എനിക്ക് എൻ്റെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ താല്പര്യമില്ല എന്ന് കട്ടായം നമ്മുടെ അനി അവിടെ നിന്ന് പരസ്യമായി ഉറക്ക വിളിച്ചു പറയാം. ഇതൊക്കെ കേട്ട് എല്ലാവരും കണ്ണും തള്ളിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.